ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് കണ്ടുവരുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു സുന്ദരിയായ പെൺകുട്ടികളിൽ ചിലരുടെ ഞാൻ എം എസ് സൈക്കോതെറാപ്പി പഠിച്ചുകൊണ്ടും സമൂഹത്തിൽ ഇങ്ങനെ അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് ഈ നമ്മുടെ ആലുവ, ഞാൻ മണപ്പുറത്ത് അപ്പൻ്റെ അടുത്ത് പോകും. അപ്പോൾ ആലുവ പെരിയാറിൻ്റെ തീരത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ട് അപ്പോൾ ആ യൂണിഫോം കാണാൻ പറയാം ഏത് സ്കൂളിലാണ് എന്നുള്ളത്. ചില നല്ല സുന്ദരികളായ പെൺപിള്ളേരെ കാണാൻ പറ്റും കുറച്ച്. ആ സുന്ദരിയായ പെൺകുട്ടിയുടെ അടുത്ത് കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫ്രണ്ടിൽ പോയി ആ പയ്യനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് ഇവൻ നിൽക്കുന്നത്. കാരണം ഇവർ കുറേ പേരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്നെക്കാൾ സൗന്ദര്യം കുറഞ്ഞവളാണ് എനിക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്നെക്കാൾ സൗന്ദര്യം കുറഞ്ഞവനെയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അവരെപ്പോഴും എൻ്റെ അടിമയായി ഇരുന്നു കൊള്ളും. ഇരിക്കുമല്ലേ? ചിന്തിക്കണം, ഇതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കും. ഇതിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാകും മക്കളെന്നൊക്കെ പറയും. അത് പിന്നെ സ്കൂളിലും പോവില്ല, പഠിക്കുകയില്ല. ഇങ്ങനെയൊക്കെ ആക്കിയ ഒരു പ്രത്യേക ജന്മങ്ങൾ പോലെ കാണേണ്ടി വരും. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സെലക്ട് ചെയ്യുമ്പം ബോധവും വിവരവും വകതിരിവുമുള്ള തലയ്ക്ക് വെളിവുള്ള വ്യക്തികളെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നോ എന്നും പറയില്ല, ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും. ഫ്യൂച്ചർ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ ചുമന്ന് പാടുപെടും. അല്ലേ? ശരിയല്ലേ? ഈ ലൈഫ് പ്രത്യേകിച്ച് എനിക്ക് പെൺമക്കളോട് പറയാനുള്ളത്, ഞാൻ ഉൾപ്പെടുന്ന ആണുകൾ, ഈ പറയുന്ന അന്യഗ്രഹ ജീവി, ഈ 2 പിള്ളേരെ കുടുംബത്തിലായിക്കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് ആയിക്കഴിഞ്ഞാൽ, ഞങ്ങൾ പിന്നെ പണി എന്ന് പറഞ്ഞ് ഗൾഫിലോട്ടോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തോട്ടും പോകും. ഈ പിള്ളേരും അമ്മയായ നീയും തമ്മിലായിരിക്കും അടിമത്തം. അതൊരു 10-20 വർഷത്തേക്കാവുമ്പോൾ ഒരു വരുമോ? ശരിയല്ലേ? അപ്പം മക്കൾക്ക് ചെറുതിലെ നല്ലത് കൊടുത്ത്, നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത്, നല്ല ചിന്തകൾ കൊടുത്ത്, നല്ല സിനിമകൾ കാണിച്ച്, നല്ല ബുക്കുകൾ വായിക്കാൻ കൊടുത്ത്, നല്ല കൂട്ടുകെട്ടിലേക്ക് വിടാനായിട്ട് പറയുക. നിങ്ങൾക്കൊരിക്കലും അവരോടൊപ്പം സ്കൂളിലോ കോളേജിലോ പോകാൻ പറ്റില്ല. അവർ എവിടെ പോയാലും അവർ ഏറ്റവും ബെസ്റ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ കോച്ചിങ് വീട്ടിൽ തുടങ്ങണം. ടീച്ചേഴ്സിൻ്റെ തലയെ കൊണ്ടുവച്ചിട്ടൊന്നും കാര്യമില്ല. ശരിയല്ലേ ഓർക്കി?